ചെങ്ങന്നൂർ അമ്പലത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അറിയില്ലെങ്കിൽ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്തോളൂ കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് നല്ലൊരു ലോങ് വീഡിയോ തന്നെ ഇടാം ഈ അമ്പലത്തിനെക്കുറിച്ച്. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്ന ആ ദിവസം മുതൽ 28 ദിവസത്തേക്ക് അടുത്ത മകരമാസത്തിലെ തിരുവാതിര വരെയാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് തിരുവാതിരകളുടെ എണ്ണം കൂടുന്നതോ നക്ഷത്രങ്ങൾ ഇരട്ടിക്കുന്നതോ ആയ സമയങ്ങളിൽ മാറ്റം വരുത്തുണ്ടെങ്കിലും 28 ദിവസത്തെ ഉത്സവമാണ് അവിടെ ഉള്ളത്. അപ്പോൾ കഥകളൊക്കെ നമുക്ക് പുറകാലെ പറയാം. കുറേ കഥകളുണ്ട് ആ അമ്പലത്തിനെ കുറിച്ചിട്ട്. ഞാൻ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ ചോറൂണും എൻ്റെ വിവാഹം വരെയുള്ള എല്ലാ ചടങ്ങുകളും എല്ലാം നടത്തിയത് ഈ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ ദൂരെ ഉള്ളെങ്കിൽ പോലും ഞാൻ ഇന്ന് വരെ അവിടുത്തെ ഉത്സവം നേരിട്ട് കണ്ടിട്ടില്ല. കാരണം രാത്രി സമയങ്ങളിലാണല്ലോ, നമ്മളെ ഒന്നും കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തത് കാരണം അപ്പോൾ ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഋതുമതിയായിരിക്കുന്ന ദേവിക്ക് വേണ്ടിയിട്ടുള്ള തിരുപ്പൂത്താറാട്ട് എന്നൊരു ചടങ്ങുണ്ട് അവിടെ. എല്ലാ മാസവും കൃത്യമായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. ചടങ്ങിനെക്കുറിച്ചൊക്കെ നമുക്ക് ലോങ് വീഡിയോയിൽ പറഞ്ഞാൽ പോരെ. അതിന് ഒരുപാട് പ്രാവശ്യം താലപ്പൊലി എടുത്തിട്ടുണ്ട്, മാസം മുടങ്ങാതെ പോയി തൊഴലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ രാത്രി പരിപാടിക്ക് അറിയാമല്ലോ, നമ്മളെ ഒന്നും പോയിട്ടില്ല, അത്ര തന്നെ. അപ്പോൾ ഇന്ന് ഈ ആഘോഷങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര മിസ്സിങ്ങും സന്തോഷവും എല്ലാമാണ്. ഈ ഒരു ഉത്സവ ഫീല് നമ്മുടെ ഒരു ബ്ലഡിൽ അലിഞ്ഞ് ചേർന്ന് നിൽക്കാനുള്ള ഒരു കാരണം ഇങ്ങനെ ചുറ്റിപ്പറ്റി, എൻ്റെ വീടിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇങ്ങനെ കുറച്ച് അമ്പലങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ക്ഷേത്രത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് അറിയപ്പെടുന്ന ഒരു വലിയ മഹാക്ഷേത്രം തന്നെയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. കുട്ടികളുണ്ടാകാത്തവർക്ക് അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാൻ വൈകുന്നവർക്ക് അവിടെ തൊട്ടിൽ നേർന്ന ഒരു ചടങ്ങുണ്ട്. അതേപോലെ വിവാഹം താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ പല കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്നവർക്ക് താലി സമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ട്, മഞ്ഞൾപ്പറയുണ്ട്, അങ്ങനെ കുറേ വഴിപാടുകൾ അവിടെയുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ടൊരു അത്രയ്ക്ക് ആഗ്രഹമുള്ളൊരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസിറ്റീവ് പവർ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ ആറാട്ടൊക്കെ കാണാൻ താല്പര്യമുള്ളൊരു വേഗം വിട്ടോ. ഇനി ഒരു 2-3 ദിവസം കൂടെ ഉള്ളൂ അവിടുത്തെ ഉത്സവം തീരാനായിട്ട്. ഇഷ്ടമായോ? എന്തായാലും ലോങ് വീഡിയോയിൽ ബാക്കി പറഞ്ഞു തരാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു.